രാജ്യത്തുടനീളമുള്ള PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ദശലക്ഷക്കണക്കിന് കർഷകർക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തിൻ്റെ ഔദ്യോഗിക തീയതി അറിയിപ്പ് വന്നിട്ടുണ്ട്. ഔദ്യോഗിക തീയതി അറിയിപ്പും അതിനോടൊപ്പം PM കിസാൻ്റെ 22ാമത്തെ ഗഡു വിതരണത്തിൻ്റെ ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു ലഭിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മാർച്ച് 13 ആസാമിൽ വെച്ചായിരിക്കും വിതരണമെന്ന്. അതുപോലെ തന്നെ ആണ് ഇപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. 2026 മാർച്ച് 13 ആസാമിൽ വെച്ചാണ് പ്രധാനമന്ത്രി 22ാം ഗഡുവിൻ്റെ വിതരണം നിർവഹിക്കുക. വൈകുന്നേരം 5 മണിക്കാണ് വിതരണം. അതുപോലെ തന്നെ 22ാം ഗഡുവിൻ്റെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. ഓരോ ഗഡു വിതരണത്തിന് മുമ്പും PM കിസാൻ സമ്മാൻ നിധിയുടെ ബെനിഫിഷ്യറി ലിസ്റ്റ് പുതുക്കാറുണ്ട്. ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. PM കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ സംസ്ഥാനം, അതുപോലെ ജില്ല, ബ്ലോക്ക്, വില്ലേജ് എന്നിവ സെലക്ട് ചെയ്താണ് കൊടുക്കേണ്ടത്. തുടർന്ന് ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വില്ലേജിലുള്ള PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി 22ാമത്തെ ഗഡു ലഭിക്കാൻ സാധ്യതയില്ലാത്തവർ 2019 ഫെബ്രുവരി 1 ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയ കർഷകരും അതുപോലെ ഒരു കുടുംബത്തിൽ ഒന്നിലധികം കുടുംബാംഗങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഭൗതിക പരിശോധന പൂർത്തിയാകുന്നതുവരെ അത്തരം കേസുകൾക്കുള്ള ആനുകൂല്യങ്ങൾ താൽക്കാലികമായി തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ EKYC, ലാൻഡ് സീഡിംഗ്, ആധാർ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ എന്നിവയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്കും 22ാമത്തെ ഗഡു ലഭിക്കാൻ സാധ്യതയില്ല.